ഞങ്ങൾക്ക് ഒറ്റ ചോദ്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട്. ഇത് നിസാര സംഭവമാണോ? രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കും എന്നൊരു BJP നേതാവ് അദ്ദേഹത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞതൊരു നിസാര സംഭവമാണോ? അതിന് മറുപടി പറയണം, പിണറായി വിജയൻ മറുപടി പറയണം. ഞങ്ങളെല്ലാം ഇന്നലെ നിങ്ങളെല്ലാം കണ്ടല്ലോ, ഇന്നലെയും മിനിയാന്നും ഈ സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധം നടന്നല്ലോ. ഇന്നലെ AICC ജനറൽ സെക്രട്ടറിയും ഞാനും KPCC പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ, MLA ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ ഇന്നലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തതാണ്. ഇന്നലെ ഞങ്ങൾ നിയമസഭയിൽ മെൻഷൻ ചെയ്തു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗുരുതരമായ കേസിൽ ഞങ്ങളെല്ലാം പത്രസമ്മേളനത്തിൽ അതിശക്തമായ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. പരാതികളില്ല എന്ന് ഇന്നലെ നിയമസഭയിൽ ഒരു CPM അംഗം പറഞ്ഞു. ആ പരാതികൾ മുഴുവൻ ഞങ്ങൾ ഉയർത്തിക്കാട്ടി. നിരവധി പരാതികൾ ഈ സംസ്ഥാനത്തുടനീളം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം വിചാരിക്കുന്നത് ഗവൺമെൻറ് ഈ കാര്യം ഗൗരവമായി എടുത്ത് അടിയന്തരമായ നടപടി സ്വീകരിക്കുമെന്നാണ്. ഈ അവിശുദ്ധ ബാന്ധവം ഈ വിഷയത്തിലും ഉണ്ടാകുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കേന്ദ്ര ഏജൻസികളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. കേന്ദ്ര ഏജൻസികളുമായി ധാരണയിലാണ്. BJPയും നിങ്ങൾക്ക് അറിയില്ലേ എത്ര കേസുകളാണ്, മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് കേസ്, കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള തൃശ്ശൂർ പൂരം കലക്കിയ കേസ്, ADGP RSS നേതാവിനെ കണ്ട കേസ്, ഇതെല്ലാം ഒതുക്കി തീർക്കല്ലേ ഗവൺമെൻറ്. എല്ലാം BJPക്ക് അനുകൂലമായി 4-5 കേസുകളാണ് ഇതുവരെ ഒതുക്കി തീർത്തത്. തൃശ്ശൂർ പൂരം കലക്കാൻ BJPക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തില്ലേ? എന്നിട്ട് എവിടെ പോയി ആ കേസ്? അവിടുത്തെ DGP റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അതിൽ കുറ്റവാളിയായ ADGPയെ സംരക്ഷിക്കുകയല്ലേ? ആ ADGPയല്ലേ RSS നേതാവിനെ കാണാൻ പിണറായി വിജയൻ പറഞ്ഞയച്ചത്? എന്തു പറ്റി? കൊടകര കുഴൽപ്പണ കേസിൽ ഒരു BJPക്കാരൻ പോലും അറസ്റ്റിലായില്ലല്ലോ, എല്ലാ തെളിവുകളുണ്ടായിട്ടും. മഞ്ചേശ്വരം കേസിൽ 1 കൊല്ലത്തിനകം സമർപ്പിക്കേണ്ട കാര്യം സമർപ്പിക്കാതിരുന്നത് കൊണ്ടാണ് ആ കേസ് തള്ളിപ്പോയത്. ഇന്ന് ചർച്ചയില്ല, നോട്ടീസുമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കാനുണ്ട്. ഈ BJP ഈ ചർച്ച നടത്തിയാൽ BJPയും കേരളത്തിലെ CPMും തമ്മിലുള്ള ഈ അൺഹോളി നെക്സസ്, അവിശുദ്ധമായ ഈ ബാന്ധവം കൂടുതൽ പുറത്തു വരും എന്നറിയാവുന്നത് കൊണ്ടാണ് അത് ചർച്ച ചെയ്യാൻ സമ്മതിക്കാതിരുന്നത്. ഞങ്ങൾക്ക് ഒറ്റ ചോദ്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട്. ഇത് നിസാര സംഭവമാണോ? രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കും എന്നൊരു BJP നേതാവ് അദ്ദേഹത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞതൊരു നിസാര സംഭവമാണോ? അതിന് മറുപടി പറയണം, പിണറായി വിജയൻ മറുപടി പറയണം.